ശ്രീ ഫ്രാൻസിസ് സർ, നമസ്കാരം. നമസ്കാരം. ഈ ക്യാൻസർ എന്ന രോഗത്തെ വളരെ അത്ഭുതകരമായി അതിജീവിച്ച ആളാണ് താങ്കൾ. അതെ അതെ. അപ്പോൾ അതിനെ അതിജീവിക്കാൻ താങ്കൾ കണ്ടുപിടിച്ചൊരു ചികിത്സാ രീതിയുണ്ട്. നമസ്കാരം. വളരെ സന്തോഷമുണ്ട് എനിക്കും പരിചയപ്പെടുന്നതിൽ. അതെ. പിന്നെ ഇപ്പോൾ രോഗത്തെ അതിജീവിച്ചു അല്ലെങ്കിൽ രോഗത്തിന് വേണ്ടി ഒരു ചികിത്സാ രീതി ഞാൻ കണ്ടെത്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തെറ്റായിട്ടുള്ളൊരു പരാമർശമാണ്. സർവശക്തനായിട്ടുള്ള ദൈവം എന്നെ സഹായിച്ചു എന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാരണം മാനുഷികമായ കഴിവിനപ്പുറത്തുള്ള ചില ഇടപെടലുകളായിരുന്നു എൻ്റെ രോഗാവസ്ഥയിൽ എനിക്ക് സംഭവിച്ചത്. ആ ഇടപെടലുകൾ എല്ലാവർക്കും കിട്ടുന്നതല്ലല്ലോ. അപ്പൊ ആ ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. തീർച്ചയായിട്ടും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു എത്തിയിസ്റ്റ് ആയിരുന്നു, അതായത് ദൈവവിശ്വാസമായിരുന്നില്ല. അത്തരത്തിലുള്ള ഒരു ജീവിതശൈലിയിലൂടെ വന്ന ഒരാളാണ്. പിന്നെ ഒരു ഡോക്ടർ നമ്മളെ നോക്കിയിട്ട് യു ആർ എ ബ്ലഡ് ക്യാൻസർ പേഷ്യൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ജോലി കിട്ടിയാൽ ആഘാതത്തോടു കൂടി അത് സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, താങ്ക് യു ഡോക്ടർ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ മനസ്സിനെ തകർക്കുന്ന ഒരു കാര്യമായിരുന്നു ഡോക്ടറിനോട് ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറഞ്ഞത് തന്നെ. അതുമാത്രമല്ല ആ ഡേറ്റിനും വളരെ പ്രത്യേകതയുണ്ട്. 1997 ജനുവരി മാസം 1-ാം തീയതിയാണ് ഡോക്ടറിനോട് യു ആർ എ ബ്ലഡ് ക്യാൻസർ പേഷ്യന്റ് എന്ന് പറഞ്ഞത്. അതെ, ന്യൂ ഇയറിന്റെ ദിവസം താങ്കൾ എന്തൊക്കെ ചെയ്യും? കേക്ക് മുറിക്കും, കാണുന്നവരോടൊക്കെ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയും. ആ ദിവസം യു ആർ എ ബ്ലഡ് ക്യാൻസർ പേഷ്യന്റ് എന്ന് കേൾക്കേണ്ടി വന്നാൽ ആ ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കും. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, വെല്ലൂർ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെമറ്റോളജി ഉള്ള സ്ഥലമാണ്. അവിടെ ക്യാൻസർ രോഗികളുടെ മുറിയിൽ ഒരാളെ നോക്കി ചിരിക്കാൻ പോലും പറ്റാതെ ഞാൻ താങ്കളെ പരിചയപ്പെട്ടപ്പോൾ ഞാൻ ചിന്തിച്ചത് എന്നെ കാണാൻ വന്ന സുന്ദരിയായിട്ടുള്ള ഒരു നഴ്സിനെയാണ്. ആ പെൺകുട്ടി എന്നോട് വന്നിട്ട് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് തലയുയർത്തിയിട്ട് ഓക്കെ ഹാപ്പി ന്യൂ ഇയർ എന്ന് മറുപടി പറയാൻ പോലും പറ്റാത്ത വിധത്തിൽ മാനസികമായിട്ട് തകർന്നു പോയിരുന്ന അന്ന് എനിക്ക് 27 വയസ്സായിരുന്നു. 27 വയസ്സ്. അത്രയും ചെറുപ്പത്തിൽ അങ്ങനെ ഒരു വാർത്ത കേൾക്കേണ്ടി വരുന്നതിന്റെ ഒരു അവസ്ഥ. അതെ അതെ. കാരണം ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ അതിനുവേണ്ടി പരിശ്രമിച്ചിരുന്നു. ലൈഫ് ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ. അതിനു വേണ്ടിയിട്ട് എൻ്റെ ശരീരത്തിന് ഞാൻ ക്രമീകരിച്ചിട്ടുണ്ട്. ചെറുപ്പം മുതൽ തന്നെ മാർഷൽ ആർട്സ് പോലുള്ള കാര്യങ്ങളിൽ എനിക്ക് വലിയ താല്പര്യമായിരുന്നു. 6-ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ കരാട്ടെ പരിശീലിച്ചു. അതിന് കൂടെ മർമ്മയോഗ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഷയം, അതൊരു അതിഭീകരമായിട്ടുള്ളതാണ്. കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരുന്ന ആളാണ്. കുട്ടികളെ മാത്രമല്ല, കുട്ടികൾക്കല്ല പറഞ്ഞു കൊടുത്തിരുന്നത്. കാരണം കുട്ടികൾ ഉണ്ടായിരുന്നു, പക്ഷെ ചെറിയ കുട്ടികളല്ല. ഞാൻ പോലീസിലുണ്ടായിരുന്ന DYSP SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാര്, സൗദി കോൺസുലേറ്റ് ജനറലിന്റെ കമാൻഡോസ്, അവർക്കൊക്കെ പറഞ്ഞു കൊടുത്തിരുന്ന ഒരു കാര്യമാണ് ഈ മർമ്മയോഗ. അത് അതിഭീകരാണെന്ന് പറയാൻ കാരണമുണ്ട്. അത് നിങ്ങളുടെ നാഡികളുടെ പ്രവർത്തനങ്ങളെ പോലും സെക്കൻഡുകൾ കൊണ്ട് ഇല്ലാതാക്കുന്ന ഒരു രീതിയായിരുന്നു. എൻ്റർ ദി ഡ്രാഗൺ എന്ന് പറയുന്ന ബ്രൂസ്ലിയുടെ ഫേമസ് ആയിട്ടുള്ള ഫിലിം കണ്ടാൽ അറിയാം. അദ്ദേഹം 1 ഇഞ്ച് പഞ്ച് എന്ന് പറയുന്ന സംഭവം അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ നക്കിൽ വെച്ച് ജസ്റ്റ് ഒന്ന് അനക്കിയാൽ ഒരു മനുഷ്യന്റെ റിബ് ഒടിക്കാവുന്ന പവർ അയാള് അതിൽ കാണിക്കുന്നുണ്ട്. ഇതുപോലെ നാഡികളിലേക്കുള്ള സർക്കുലേഷനെ, ബ്ലഡ് സർക്കുലേഷനെ ഇല്ലാതാക്കിക്കൊണ്ട് പ്രതിയോഗിയെ തകർത്ത് കളയുന്ന രീതിയാണ് മർമ്മയോഗ. അതില് ഏകദേശം 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആചാര്യ എന്ന് പറഞ്ഞൊരു പദവി നേടിയ ആളാണ് ഞാൻ. മാത്രമല്ല കേരളത്തിലെ ആദ്യത്തെ ജൂനിയർ ബ്ലാക്ക് ബെൽറ്റ് ഹോൾഡർ ആയിരുന്നു. അത്തരത്തിലുള്ളതായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ സൗദി കോൺസുലേറ്റിൽ പോകുന്നു. പിന്നീട് പഠനത്തിനൊക്കെ ശേഷം അവിടെ കോൺസുലേറ്റ് ജനറലിന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ചീഫ് എന്ന് പറയുന്ന ഉദ്യോഗത്തിലേക്ക് ഞാൻ കടന്നു വരുന്നു. അപ്പോഴൊന്നും ഞാൻ ദൈവവിശ്വാസിയല്ല. ആ ഇരിക്കുന്ന സമയത്താണ് ഡോക്ടറിനോട് യു ആർ എ ബ്ലഡ് ക്യാൻസർ പേഷ്യന്റ് എന്ന് പറയുന്നത്. ഏത് സ്റ്റേജിലായിരുന്നു അത് കണ്ടുപിടിച്ചത്? ഈ സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞത് സത്യത്തിൽ ഒരു പ്രഹസനമാണ്. എന്താണ് സ്റ്റേജ്? താങ്കൾക്ക് താങ്കളുടെ നാളത്തെ ദിവസം പോട്ടെ, അടുത്ത നിമിഷം എന്തായിരിക്കും താങ്കൾക്ക് പറയാൻ പറ്റുമോ? താങ്കൾ പൂർണ്ണ ആരോഗ്യവതിയാണ്, പക്ഷെ അടുത്ത നിമിഷത്തെ കുറിച്ച് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് സ്റ്റേജ്? എന്റെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതാ പറഞ്ഞ നമ്മളെ ചില കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് അങ്ങനെയാക്കി മാറ്റിയിരിക്കുക, അതാണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്ന ആയുസ് 72 hours ആണ്. കീമോതെറാപ്പി, റേഡിയേഷൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊന്നും ഫലിക്കാതായിട്ട് എനിക്ക് തന്നത്
ആകെ കൂടി 72 മണിക്കൂറിന്റെ ആയുസാണ്. അത് ഏത് സ്റ്റേജ് ആയിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നെ സംബന്ധിച്ചിടത്തോളം കീമോതെറാപ്പി, റേഡിയേഷൻ, എല്ലാ വിധത്തിലുള്ള പരിപാടികളും കഴിഞ്ഞിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞത് 72 മണിക്കൂർ എന്നാണ്. ഞാൻ ചോദിച്ചു ഡോക്ടറോട്, സാർ എന്താണ് ഈ 72 hours, എന്താണ് ഈ 72 മണിക്കൂർ? എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, ആ ഡോക്ടറുടെ മുഖം ആകെ പെട്ടെന്ന് മഞ്ഞളിച്ചു പോയി. അദ്ദേഹം എൻ്റെ കയ്യിൽ പിടിച്ച് പറഞ്ഞു, എൻ്റെ ചീഫായിട്ടുള്ള ഡോക്ടർ നിങ്ങളുടെ ബന്ധുക്കളോട് പറഞ്ഞിട്ടുണ്ട്, സോറി എനിക്കൊരല്പം തിരക്കുണ്ടെന്ന് പറഞ്ഞാൽ ജൂനിയർ ഡോക്ടർ എൻ്റെ അടുത്ത് നടന്നു പോയി. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്, എനിക്ക് ഈ ഭൂമിയിലുള്ള ആയുസ് എന്ന് പറയുന്ന സമയം 72 മണിക്കൂറാണെന്ന്. ഇന്ന് ഞാനത് കുറച്ചുകൂടി മനസ്സിലാക്കുന്നുണ്ട്. കാരണം അടുത്ത നിമിഷം തന്നെ എനിക്കുണ്ടോ എന്നുള്ളത് എനിക്ക് പോലും അറിയില്ല. ഇതിൽ 2 പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഒരിക്കലും ഒരു പേഷ്യൻ്റെ കാര്യത്തിൽ 5 ദിവസമുള്ളൂ, 10 ദിവസമുള്ളൂ, 72 മണിക്കൂറുള്ളൂ എന്നതിനെ അംഗീകരിക്കുന്ന ഒരാളല്ല. എൻ്റെ കാരണം അറിയൂ, ഒരു പേഷ്യൻ്റ് ഏത് സമയത്താണ് രക്ഷപ്പെടാന്നുള്ളത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിൽ വലിയൊരു ഫ്ലൈറ്റ് തകർന്നു. ഫ്ലൈറ്റ് തകർന്ന അതിലെ ആൾക്കാർ മുഴുവൻ മരിച്ചു. പക്ഷെ ഒരു മനുഷ്യൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എഴുന്നേറ്റ് നടന്നുപോയി. എന്തുകൊണ്ട് അയാൾ മരിച്ചില്ല? എന്താണ് അതിന് സയൻസിന് ഉത്തരം കൊടുക്കാൻ പറ്റുക? ഞാനങ്ങനെ പല ആൾക്കാർ, അങ്കമാലിയിൽ വരുന്ന വഴിയിൽ കുര്യച്ചൻ എന്ന് പറയുന്ന ഒരാൾക്ക് 10 ദിവസത്തെ ആയുസ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അദ്ദേഹത്തിന് ഫോൺ ചെയ്തിട്ട് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, കുര്യച്ച താങ്കൾക്ക് 10 ദിവസം കിട്ടിയില്ലേ, എനിക്ക് തന്നത് 3 ദിവസമായിരുന്നു, 72 മണിക്കൂറായിരുന്നു. രണ്ടാമത് വേറൊരു കാര്യം ഞാൻ ആളോട് ചോദിച്ചു, അയാൾ ഈശ്വരവിശ്വാസിക്കാണ്, താങ്കളും ഈശ്വരവിശ്വാസിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആയുസ് നിശ്ചയിക്കുന്ന ആരാ? നമ്മളൊക്കെ പറയുന്നത് ദൈവമാണെന്ന് അല്ലേ? അങ്ങനെയാണെങ്കിൽ ദൈവമാണ് ആയുസ് നിശ്ചയിക്കുന്നെങ്കിൽ ഒരു ഡോക്ടർ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഇനി 10 ദിവസമുള്ളൂ, 72 മണിക്കൂറുള്ളൂ എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. നമ്മുടെ ഇന്നർ പേഴ്സണാലിറ്റീനെ തകർക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു ക്യാൻസർ പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ എന്ന് പറഞ്ഞ രോഗം അയാളുടെ മനസ്സിനെ തകർത്തിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അതിനൊന്നുകൂടി ആഴത്തിൽ തകർക്കാനാണ് ഇടവരുള്ളൂ. അയാളെ രക്ഷിക്കാനാണ് നോക്കേണ്ടത്. അതിൻ്റെ അർത്ഥം ഞാൻ പറയുന്നത് വെറുതെ കുറെ ഗിമിക്സ് കാണിക്കാനില്ല. പക്ഷെ സൈക്കോളജിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന റിയലൈസേഷൻ, യാഥാർത്ഥ്യവൽക്കരണത്തിലേക്ക് അയാളെ എത്തിക്കണം. അയാളോട് പറയണം, ചികിത്സാ രീതികൾ കഠിനമാണ്, ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്നൊന്നും ഞങ്ങൾക്ക് പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ടല്ലേ ഡോക്ടർമാർ പറയുന്നത് ചികിത്സ കഴിഞ്ഞിട്ട് എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തു, ഇനി നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? അപ്പോൾ നമ്മുടെ ഉള്ളില് നമ്മളറിയാത്ത ചില ഘടകങ്ങളുണ്ട്. കൊറോണയുടെ വാക്സിൻ താങ്കൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ കാണാത്ത ചില കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് എന്നുള്ളത് ആദ്യം മെഡിക്കൽ സയൻസ് കൂടി അംഗീകരിക്കണം. കാണാത്ത ചില കാര്യങ്ങളുണ്ട്, അത് പ്രവർത്തിക്കുന്ന എങ്ങനെയാണെന്ന് അറിയില്ല. ഒന്ന് നാശം വിതയ്ക്കുമെങ്കിൽ ഒന്ന് നന്മ വിതയ്ക്കും എന്ന് പറയുന്ന മനോഭാവത്തിനെ ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റണം. ആൽബർട്ട് ഐൻസ്റ്റീൻ അതുകൊണ്ടാണ് പറയുന്നത്, ഇമാജിനേഷൻ ഈസ് ബെറ്റർ ദൻ നോളജ്. അറിവിനേക്കാൾ ശ്രേഷ്ഠമാണ് സൽഭാവന. നിങ്ങളുടെ സൽഭാവനയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അറിവിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം. ആ സൽഭാവനനെ ഉണർത്താൻ സാധിക്കുമെങ്കിൽ എത്ര മാരകമായ രോഗമാണെങ്കിലും അതിനെ സമാധാനത്തോടുകൂടെ സ്വീകരിക്കാനും സാഹചര്യം അനുകൂലമായിട്ട് വരികയാണെങ്കിൽ രോഗത്തെ മറികടക്കാനും പറ്റും. ഓക്കെ. ഈ ചികിത്സാ രീതിയെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ അത് എന്തൊക്കെയായിരുന്നു? ചികിത്സാ രീതി കാരണം അത് ചികിത്സയല്ല, അത് പരിചരണ രീതിയാണ്. ഞാൻ അത്തരം വാക്കുകൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ്. അതൊരു പരിചരണ രീതിയാണ്. ഇപ്പോ കെമിസ്ട്രി പഠിച്ചു കാണും, ആദ്യം പഠിക്കുന്ന കെമിക്കൽ നെയിം ഏതാ? യെസ്, H2 ആണ്. നന്നായിട്ട് ഉത്തരം പറഞ്ഞു. പക്ഷെ ഇതിൽ 2 വരുന്നത്, H ഹൈഡ്രജൻ, 2 ഓക്സിജൻ. ഓക്കെ, ഇത് 2 തുല്യ അളവിൽ ചേർന്നാൽ എന്തായിട്ട് മാറി? വെള്ളമായിട്ട് മാറി. വാട്ടർ, വാട്ട് ഈസ് വാട്ടർ? വെള്ളമായിട്ട് മാറുന്നുണ്ടല്ലോ. ഇതുപോലെ തകർന്നു കിടക്കുന്ന ഒരു രോഗിയുടെ മനസ്സും, നേരത്തെ പറഞ്ഞൊരു പോസിറ്റീവ് മൈൻഡ്, അത് ദൈവത്തിന്റെ ആവാം, നന്മയുടെ ആവാം, ആ പോസിറ്റീവ് മൈൻഡും തുല്യ അളവിൽ കൂടിച്ചേർന്നാൽ പിന്നീട് അയാളുടെ രോഗം അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നന്മയായിട്ട് മാറുന്ന എനിക്ക് സ്ഥാപിക്കാൻ പറ്റും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ്, ഒരു സംശയമില്ല. അതെങ്ങനെയാണ്? അതാണ് പറഞ്ഞത്. അതിന് ഞാൻ
പ്രയോഗിച്ച രീതി എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച മർമ്മയോഗനെ ഞാൻ കൺവേർട്ട് ചെയ്ത് സ്നേഹയോഗയൊക്കെ ആദ്യം എൻ്റെ മനസ്സിനെ ഞാൻ ക്രമീകരിച്ചു. അതുകൊണ്ട് സ്നേഹയോഗ പഠിപ്പിക്കുമ്പോൾ ഇപ്പോഴും ആദ്യത്തെ പാഠം നമ്മൾ പഠിപ്പിക്കുന്നത് മൈൻഡ് ഈസ് ദ ഫസ്റ്റ് മെഡിസിൻ, മൈൻഡ് ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ എന്നാണ്. മനുഷ്യന്റെ മനസ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യുവർ എ ബ്ലഡ് ക്യാൻസർ പേഷ്യന്റ് എന്ന് പറയുമ്പോൾ തകരുന്നത് ശരീരമല്ല, മനസ്സാണ്. ആ മനസ്സിന് സൗഖ്യം കൊടുക്കാനായിട്ട് നമുക്ക് ആദ്യം സാധിക്കണം. ആ മുറിവാണ് ആദ്യം ഉണങ്ങേണ്ടത്. ആ മുറിവിന്റെ മുറിവ് വെച്ച് കെട്ടുന്നതാണ് യഥാർത്ഥത്തില് ഡോക്ടർ നടത്തുന്ന പദപ്രയോഗങ്ങൾ. കാരണം ആ മനുഷ്യനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരേണ്ടതിന് പകരം ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ മനുഷ്യൻ ഒന്നുകൂടി ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെ ശരിയായിട്ടുള്ള പോസിറ്റീവായിട്ട് കൊണ്ടുവരാനായിട്ട് ഉള്ള ഒരു ശ്രമമാണ്. ആദ്യം ഞാൻ എന്നെ തന്നെ കണ്ടെത്തി. നമ്മളൊക്കെ ഏതെങ്കിലും തരത്തിൽ വിഷമം ഉണ്ടെങ്കിൽ ആദ്യം പറയുന്ന വാക്ക് എന്താണ് മറ്റവരോട്? സാരില്ല എന്ന് പറയണേ, അല്ല സാരില്ല. ഞാൻ എന്റെ തന്നെ തുടയിൽ ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു സാരില്ല, എല്ലാം ശരിയാവും, നീ ധൈര്യമായിട്ടിരിക്കേ, ശരിയാവും. ഞാൻ എന്നോട് തന്നെ പറയാൻ തുടങ്ങി. കാരണം വേറെ ആർക്കും എന്നോട് പറയാൻ ധൈര്യമില്ല. കാരണം എന്താ, അതുപോലത്തെ രോഗമാണ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ എന്നോട് പറഞ്ഞു സാരില്ല. രണ്ടാമത്, ഞാൻ പഠിച്ച മർമ്മയോഗയുടെ വിഷയങ്ങള് ഞാൻ എൻ്റെ നാഡികളിൽ ചെയ്യാനായിട്ട് തുടങ്ങി. ആ നാഡികളിൽ ചെയ്തത് വളരെ എഫക്റ്റീവായി. അതിനിടയിൽ ഒരു കാര്യം സംഭവിച്ചത് പറയാതിരിക്കാനായിട്ട് പറ്റില്ല. അതായത് എൻ്റെ മുറിയിൽ ക്രൈസ്റ്റിന്റെ ഒരു പിക്ചർ ഉണ്ടായിരുന്നു. ആ പിക്ചർ എന്നെ നോക്കി ചിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. ഞാനതൊരു ഇപ്പോൾ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കൂട്ടുകാരനാണ്, അല്ലാണ്ട് ഞാൻ ദൈവം അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് അല്ല പറയുന്നത്. ഒരു കൂട്ടുകാരൻ, നിങ്ങൾ ഭയങ്കര മനസ്സ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു കൂട്ടുകാരൻ നിങ്ങളെ നോക്കി പുഞ്ചിരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതായത് വിയർത്ത് കുളിച്ചു വരുന്ന ആൾക്ക് കുറച്ച് വെള്ളം കുടിച്ചതിന്റെ, പച്ചവെള്ളം കുടിച്ച് ആസ്വദിച്ചതിന്റെ ഒരു സുഖം അവിടെ കിട്ടും. തീർച്ചയായിട്ടും ആ പുഞ്ചിരി എനിക്ക് വലിയൊരു ആശ്വാസമായി. നീ ധൈര്യമായിട്ട് ഇരിക്കടാ, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയണ പോലെ എനിക്ക് തോന്നി. അത് ഈ നിമിഷം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അദ്ദേഹം അതാണ് ഇമാജിനേഷൻ ഈസ് ബെറ്റർ ദൻ നോളജ്. അറിവിനേക്കാൾ ശ്രേഷ്ഠമാണ്. നമ്മൾ പുറത്തു പോകുമ്പോ രാത്രി പേടി തോന്നണു. ആ സമയത്ത് നല്ലൊരു സുഹൃത്ത് ഫോൺ ചെയ്തു. നമ്മൾ ആ സുഹൃത്തിനെ കാണുന്നില്ല, പക്ഷെ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ധൈര്യമുണ്ട്, അല്ലെ? ഈ ധൈര്യമായിട്ട് പൊക്കോ എന്ന് പറഞ്ഞ പോലെ. അതുപോലെയാണ് യഥാർത്ഥത്തില് ആദ്യത്തെ ഒരു ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. രണ്ടാമത്, ഞാൻ ഈ മർമ്മയോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായി. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ബ്ലഡ് കൗണ്ട് ഭയങ്കര ചേഞ്ച് വന്നു. കാരണം ഞാൻ ചുവന്ന മഷിയില് സിങ്കിങ് സ്റ്റേജ് എന്നെഴുതപ്പെട്ട ഒരാളാണ്. എന്റെ ഫയലില് ചുവന്ന മഷിയില് സിങ്കിങ് സ്റ്റേജ്, സിങ്കിങ് എന്ന് പറഞ്ഞാൽ അറിയാലോ, മുങ്ങിത്താഴാണ്. മരണത്തിലേക്ക് മുങ്ങിത്താഴുന്ന ഒരാളാണ് ഞാൻ. ആ ഒരു സിറ്റുവേഷൻ കടന്നു പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ ഹീമോഗ്ലോബിൻ 6.6 ആണ്. അന്ന് ഈ ക്രൈസ്റ്റിന്റെ പുഞ്ചിരിക്ക് ശേഷം എൻ്റെ ബ്ലഡ് എടുത്ത് പരിശോധിക്കുമ്പോൾ 6.6 ആയിരുന്ന ഹീമോഗ്ലോബിൻ ഒരു മരുന്നും ചെയ്യാതെ അത് 9.8 ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ത്രെഡായി. അതുകൊണ്ട് ഞാൻ എൻ്റെ പാഠപുസ്തകത്തിൽ എഴുതി വെച്ചു, സ്മൈൽ, ചിരിക്കൂ. താങ്കൾ പുഞ്ചിരിക്കുമ്പോ താങ്കളുടെ മുഖത്തെ 17 പേശികൾ ചലിപ്പിച്ചാൽ മതി. പക്ഷെ ക്രൂരമായിട്ട് ഒരാളെ നോക്കുകയാണെന്ന് വിചാരിച്ചു, 112ഓളം പേശികൾ ചലിപ്പിക്കണം. ഏതാണ് ലളിതമായിട്ടുള്ള കാര്യം? അതെ. പിന്നെ മലയാള പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിരിച്ചാലും മരിക്കും കരഞ്ഞാലും മരിക്കും, എന്നാ പിന്നെ ചിരിച്ചൂടെ, അല്ലേ? മരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ അതിനെ പീസ്ഫുൾ ആയിട്ട് ഒരു പുഞ്ചിരിയോട് കൂടി നേരിടാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അങ്ങനെയാണ് ഞാൻ അതിന്റെ തുടക്കം കുറിച്ചത്. അങ്ങനെയാണ് അതെനിക്കൊരു വലിയ ത്രെഡായി. പിന്നീട് ഞാൻ ഈ പഠിച്ച പാഠങ്ങൾ ഓരോന്നും എന്റെ ശരീരത്തിൽ ചെയ്തു. അതായത് ഈ മർമ്മയോഗ മർമ്മയോഗയുടെ പാഠങ്ങൾ ചെയ്തു. ഞാനത് കൂടുതൽ പരിശീലിക്കാൻ തുടങ്ങി. എന്റെ ബ്ലഡ് കൗണ്ട് വർദ്ധിക്കാൻ തുടങ്ങി. എൻ്റെ മാതാപിതാക്കളെ ഞാൻ പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർക്കാണ്. കാരണം എനിക്ക് ആവശ്യമുള്ള ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഫുഡ് അവരെനിക്ക് ഒരുക്കി തരാനായിട്ട് അവർ തയ്യാറായി. ഒരു വീടെടുത്ത് വാടകയ്ക്ക് എടുത്തു. അവിടുന്ന് എല്ലാ ഫുഡും എനിക്ക് കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് എനിക്ക് തന്നിരുന്നത് ആ സമയത്ത്. അപ്പോൾ എൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും ക്രമീകരിക്കാനായിട്ട് ഇടവന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ രോഗത്തെ മറികടന്നത്. മരുന്നുകൾ എന്നെ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോ. അപ്പൊ ഈ മർമ്മയോഗ എന്ന് പറയുന്നതാണ് അങ്ങയുടെ രോഗത്തിൽ അതിജീവിക്കാനായിട്ട് സാധിച്ചത്. ഒരു ഘടകം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ,
ഇതിൽ ഇമാജിനേഷന്റെ പ്രശ്നമുണ്ട്. പിന്നെ എനിക്ക് പോലും വിവരിക്കാൻ പറ്റാത്ത ഒരു സ്പിരിച്വൽ ടച്ച് അതിലുണ്ട്. നമുക്ക് ചിലത് പറയാൻ പറ്റില്ല, നമ്മളിലേക്ക് ഇറങ്ങി വരുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. ഒരു തലോടൽ പോലെ ഒരു കാറ്റ് വീശുന്നു, കാറ്റ് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. അത് വന്ന് നമ്മളെ തൊട്ട് തലോടിക്കൊണ്ട് കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. ഇതുപോലെ ഒരു സ്പിരിച്വൽ ടച്ച് എൻ്റെ ബോഡിയിൽ വന്നിട്ടുണ്ട്. അത് മറന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ ഞാൻ പറയുന്നത് മുഴുവൻ സത്യമല്ലാതാവും. അപ്പൊ അങ്ങയുടെ വീഡിയോകളിലൊക്കെ അങ്ങ് പ്രാർത്ഥനയും കൂടെ ഈ ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റിന്റെ കൂടെ ഒരു പ്രാർത്ഥനയും കൂടെ ഉൾപ്പെടുത്തുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ പ്രാർത്ഥന എത്രത്തോളം ഇതിനെ സഹായിക്കും? ഇല്ല, അങ്ങനെ പ്രാർത്ഥനയല്ല ഞാൻ ഉൾപ്പെടുത്തുന്നത്. ഞാൻ ഉൾപ്പെടുത്തുന്നത് മെഡിറ്റേഷൻ ആണ്. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥന എന്ന് വേണമെങ്കിൽ പറയാം. പ്രാർത്ഥന എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പ്രത്യേകമായിട്ടുള്ള അപേക്ഷ എന്ന് മാത്രമേ ഉള്ളൂ. അത് ആൾക്കാർ ഉപയോഗിച്ച് അതിന്റെ അർത്ഥം നഷ്ടപ്പെടുത്തി എന്നുള്ളത് വേറൊരു കാര്യം. അതുകൊണ്ട് മെഡിറ്റേഷൻ കൊടുക്കാറുണ്ട്. അതൊരു കാരണം ചെയ്യാൻ നിങ്ങൾ വരുന്ന സാഹചര്യം ഡിഫറെന്റ് ആയിട്ടുള്ള ആളായിരിക്കും. ഇപ്പൊ താങ്കൾ വീട്ടിൽ നിന്ന് പെറ്റമ്മയോട് വഴക്ക് കൂടിയിട്ട് വരണമെന്ന് വിചാരിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിലായ ഒരു സാധനം കെടുക്കണം. അപ്പൊ അങ്ങനെ കെടുക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഫലിക്കണമെന്നില്ല. കാരണം എന്താ? നിങ്ങളുടെ മനസ്സിൽ മുഴുവൻ വീട്ടിലത്തെ കാര്യങ്ങളാണ്, അമ്മയെക്കുറിച്ചുള്ള ചിന്തകളാണ്. അതിൽ സങ്കടം ഉണ്ടാവാം, ദേഷ്യം ഉണ്ടാവാം. ഇൻകേസ് ഇങ്ങോട്ട് വരുന്ന കാര്യം പോട്ടെ, ഒരു പരീക്ഷ എഴുതാൻ പോയാൽ പോലും അമ്മയുടെ മകന് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നിഞ്ഞ് വരാം. മരുന്നുകളുടെ കാര്യം സാർ പറഞ്ഞപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ ക്യാൻസർ എന്ന് പറയുന്ന അസുഖവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഏറ്റവും കൂടുതൽ ഫേക്ക് ആയിട്ടുള്ള മെഡിസിൻസും ചികിത്സാ രീതികളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ പ്രചരിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യം, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ മുള്ളാത്ത കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ പ്രിവെന്റീവ് മെഡിസിൻ പോലെ പ്രവർത്തിക്കുന്ന ഇങ്ങനെ ഒരു പൊതുവെ ഒരു പ്രചരണമുണ്ട്. അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ആദ്യത്തെ കാര്യം പറയാം, യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ കാര്യം പറയാനുള്ള ആധികാരികത എനിക്കില്ല. ഐ എം നോട്ട് എ ഡോക്ടർ. ഞാൻ ഡോക്ടറല്ല, ഞാൻ ഒരു തെറാപ്പിസ്റ്റ് മാത്രമാണ്. ഓക്കെ. രണ്ടാമത്തെ കാര്യം പറയാം, ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് വാർത്തകളുണ്ട്. മെഡിസിന്റെ കാര്യം പോട്ടെ, മൂത്രം കുടിച്ചു കഴിഞ്ഞാൽ പോലും രോഗം ക്യാൻസർ മാറുന്നു പറഞ്ഞിട്ടുള്ള പ്രചരണം യൂട്യൂബിൽ കണ്ടിട്ട് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. എന്റെ മുറിയിൽ വന്ന് ഞാൻ ഒരു പെയിന്റിങ് കാണിച്ചു തരാം. തെറ്റായിട്ടുള്ള മരുന്നുകൾ കഴിച്ചു പോയിട്ടുള്ള ഒരു മനുഷ്യനിവിടെ വന്നിട്ട് ആ മരുന്നുകൾ നിർത്തിയോടുകൂടി ആളൊക്കെ. അപ്പൊ വളരെയധികം തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ മുള്ളാത്ത ലക്ഷ്മി തരു പോലുള്ള ഇതൊക്കെ ഉണ്ട്. ഇവിടെ തൃശ്ശൂരുള്ള എന്റെ സുഹൃത്തായിരുന്ന സെബി എന്ന് പറഞ്ഞൊരു സുഹൃത്തായിരുന്നു അതിന്റെ പ്രചാരകനായത്. സെബി മരിച്ചു പോയിട്ട് വർഷങ്ങളായി. ഇത് ഉപയോഗിച്ച് കണ്ടുപിടിച്ച ആളാണ് സെബി അത്തരത്തിലുള്ള പ്രചാരണം ധാരാളം കൊടുത്തിരുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ഡോക്ടറില്ലേ ഗംഗാധരൻ സാറ്, എന്നിട്ടൊരു പത്രക്കുറിപ്പ് പോലും ഇറക്കേണ്ടി വന്നു. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ സയൻസിൽ ആധികാരികമായിട്ടുള്ള മരുന്നതിനുള്ളത് കീമോതെറാപ്പി മാത്രമാണ്. കീമോതെറാപ്പി ചെയ്തിട്ടും ഫലിക്കാത്ത കാര്യം ഉണ്ടാവാം, പക്ഷെ മെഡിക്കൽ സയൻസ് അംഗീകരിച്ചിട്ടുള്ള ഏക ചികിത്സാ രീതി കീമോതെറാപ്പിയാണ്. അപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, ആ മെഡിസിൻസ് ഒക്കെ ഉപയോഗിച്ച് ലക്ഷ്മി തരു മേടിച്ചു തിന്നു, മുള്ളാത്ത മേടിച്ചു തിന്നു. അത് ചിലപ്പോൾ അവർക്ക് ഫലിക്കണമെന്നില്ല. കീമോതെറാപ്പി ആർക്കും ഫലിക്കണമെന്നില്ല. മനസ്സിലായില്ലേ? എന്റെ ശരീരത്തിനെ അറിഞ്ഞിരിക്കേണ്ടത് ആരാ? ഞാനാണ്. എനിക്ക് മസാല ദോശ കഴിച്ചാൽ ഗ്യാസ് ട്രബിൾ ഉണ്ടാകും എന്നെനിക്ക് മനസ്സിലായാൽ ഞാൻ എന്ത് ചെയ്യണം? മസാല ദോശ കഴിക്കരുത്. ഒന്നുമില്ല, മസാല ദോശ കഴിക്കരുത്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അതിന് ഈ ഇന്ത്യൻ കോഫി ഹൗസിന്റെ മസാല കണ്ടിട്ടില്ലേ, ബീട്രൂട്ട് ഇട്ടിട്ടുണ്ടാക്കാം. ഉരുളക്കിഴങ്ങ് ഉണ്ടാവില്ല, ഉരുളക്കിഴങ്ങ് അടക്കമുള്ള ഇൻഗ്രീഡിയൻസ് മാറ്റി ബീട്രൂട്ട് ഇട്ട് അതിൽ കുറച്ചുകൂടി പുതിനയിലയും മല്ലിയിലയും കൂടുതൽ ഇട്ട് കഴിച്ചാലും ആ മസാല കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. അപ്പൊ എന്റെ ശരീരത്തിന് ആവശ്യമുള്ളത് എന്താണെന്ന് ഞാൻ കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. ഡോക്ടർക്ക് എന്റെ അഭിപ്രായത്തിൽ നിർദ്ദേശിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ടാണല്ലോ ചില മരുന്ന് കഴിച്ചപ്പോൾ സൈഡ് എഫക്റ്റ് ഉണ്ടായി. ഇപ്പൊ സൾഫ ചേർത്തിട്ടുള്ള മരുന്നുകളുണ്ട്, ബാക്ടറിൻ DS പോലുള്ള മരുന്നുകൾ. ഇത് കഴിച്ചിട്ട് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉള്ള ആളുണ്ട്. ഡോക്ടർ അറിയാതെ എഴുതി കൊടുക്കും. ചുമയുണ്ടാവും, ബാക്ടറിൻ DS 1 OD, കാലത്തൊന്ന് രാത്രി ഒന്ന് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ എഴുതി തരും. അല്ലെങ്കിൽ ദിവസം ഒന്ന് എന്ന് പറഞ്ഞിട്ട് എഴുതി തരും. നമ്മളത് കഴിച്ചിട്ട് ചൊറിച്ചിൽ വന്നു. ഡോക്ടർക്ക് അറിയോ ഇത് നിങ്ങൾക്ക് ചൊറിച്ചിലുണ്ടാവുന്നത്? ആദ്യം തന്നെ അടുത്ത് ചെക്ക് ചെയ്യാനൊന്നും പോണില്ല. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു നമ്മൾ ചൊറിച്ചിലുണ്ട് സാറേ. അപ്പോൾ പറഞ്ഞാൽ മരുന്ന് കഴിക്കേണ്ട.
അപ്പൊ നമ്മളത് കണ്ടെത്തണമെന്ന് ഏത് രോഗത്തിനും. അതെ. പിന്നെ ആദ്യം തന്നെ മാറ്റേണ്ടത് ഈ മരണം എന്ന് പറഞ്ഞ ഭയമാണ്. അതിനെയാണ് സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ മരിക്കാൻ പോണു, രോഗം വന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു വിഭ്രാന്തി ഉണ്ട്. അത് മാറ്റിക്കളയണം, ആ ഡിപ്രഷൻ. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചിരിച്ചാലും മരിക്കും കരഞ്ഞാലും മരിക്കും, എന്നാ പിന്നെ ചിരിച്ചൂടെ. അങ്ങയുടെ ഒരു തെറാപ്പി അല്ലെങ്കിൽ പരിചരണം, അത് എങ്ങനെയാണ് ആ പരിചരണ രീതികൾ? ഓക്കെ, അതായത് ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം അവരോട് വിശദാംശങ്ങൾ ചോദിച്ചറിയും. ഞാൻ മാത്രമല്ല, എൻ്റെ ലൈഫ് പാർട്ട്ണറും കൂടെ ഉണ്ടാവും. പിന്നെ നമ്മളിതിൽ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുക ഹസ്ബൻഡ് ആൻഡ് വൈഫിനോട് വരാനാണ് പറയാം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഭാര്യയുടെ ഡോക്ടർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭർത്താവാണ്. ഭർത്താവിന്റെ ഡോക്ടർ എന്ന് പറയുന്നത് ഭാര്യയാണ്. പിന്നെ വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാണ്ടാവും, അത് വേറെ കാര്യം. പക്ഷെ അവരെ ഒരുമിച്ച് നമ്മൾ കൂടുതൽ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്യാറുള്ളൂ. അപ്പൊ അവരോട് കാര്യങ്ങൾ ആദ്യം ചോദിച്ചറിയും, അവരുടെ പ്രയാസങ്ങൾ, കാര്യങ്ങൾ, എന്താണ് പ്രശ്നം, ഇതൊക്കെ ചോദിച്ചറിയും. അതിനിടയിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് സ്നേഹയോഗ എന്നാണ് ഈ മെത്തേഡിന്റെ പേര്. യോഗ എന്ന് പറഞ്ഞ വാക്ക് കേട്ടിട്ടുണ്ടാവും, തീർച്ചയായിട്ടും. പക്ഷെ അർത്ഥം അറിയോ? യോഗ യോഗ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കൂട്ടിച്ചേർക്കുക എന്നാണ്. കൂട്ടിച്ചേർക്കുക. അപ്പോൾ സ്നേഹയോഗ എന്ന് പറഞ്ഞ സ്നേഹത്തിലേക്ക് കൂട്ടിച്ചേർക്കുക. നമ്മുടെ അടുത്തൊരു വിശ്വാസം, സ്നേഹമാണ് ഈശ്വരൻ, സ്നേഹമാണ് ഔഷധം, സ്നേഹമാണ് ഈശ്വരൻ, സ്നേഹമാണ് ഔഷധം. അതാണ് നമ്മുടെ ഒരു ചിന്ത. അപ്പൊ അത് ആരംഭിക്കുന്നത് അവരുടെ കാലിന്റെ അടിയിൽ നിന്നാണ്. അതിനും പ്രത്യേകതയുണ്ട്. കാലിന്റെ അടിയിൽ നിന്ന് പറയാൻ കാരണം, ഇപ്പൊ താങ്കൾ എത്ര കിലോ തൂക്കുണ്ടാവും? 52 കിലോ തൂക്കുണ്ടാവും എന്ന് വിചാരിക്കാം. 52 കിലോ തൂക്കുള്ള ആള് താങ്കൾ വീട്ടിൽ നിന്ന് പറഞ്ഞതിന് മുമ്പ് മുടിക്ക് നീര് റെഡിയായി. എനിക്കാണെങ്കിൽ മുടി ഇരേണ്ട ആവശ്യമില്ല. നിങ്ങൾ മുടിയിരി, കണ്ണെഴുതി, പൊട്ടു തൊട്ടു, ലിപ്സ്റ്റിക് ഇട്ടു, അല്ലെങ്കിൽ ആ പ്രൊഫഷന്റെ ഭാഗമായിട്ടുള്ള മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് പോരും. പക്ഷെ 55 കിലോ ഭാരമുള്ള ശരീരം താങ്ങി നടക്കുന്നത് മുഖാണോ കാലാണോ? കാലാണല്ലോ. പക്ഷെ പ്രാധാന്യം കൊടുക്കുന്നത് എപ്പോഴും എന്തിനായിരിക്കും? മുഖത്തിനാണ് കൊടുക്കുക. ഓക്കെ, അപ്പൊ എന്തിനെ നമ്മുടെ ജീവിതത്തിൽ അവഗണിക്കുന്നോ അതാണ് നമ്മുടെ ജീവിതത്തിൽ ദോഷമായിട്ട് മാറുക. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇവിടെ കുറെ ചപ്പ് ചവറ് എടുക്കണമെന്ന് വിചാരിച്ചു, ബാക്കിയെല്ലാം അടുത്ത് അടിച്ചിട്ടുണ്ട്. ഈ കൂട്ടിയിട്ടിരിക്കുന്ന ചപ്പ് ചവറിൽ നിന്ന് വരുന്ന ഒരു കൊതു കുത്തിയാൽ മതി ഡെങ്കിപ്പനി വന്നിട്ട് നിങ്ങൾ മരിക്കാൻ. അപ്പൊ കൊതു കുത്തിയതല്ല പ്രശ്നം, ചപ്പ് ചവറ് അല്ലെ? ഇതുപോലെ തന്നെയാണ് മനസ്സിന്റെ മാലിന്യം കേട്ടോ. ഞാൻ എപ്പോഴും പറയുമ്പോൾ മൈൻഡായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ കൂട്ടിവെക്കുന്ന അല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്ന കാര്യങ്ങളെ നമ്മൾ ലെസ് ചെയ്ത് കളയണം. അതുകൊണ്ടാണ് ട്രെയിനിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ലെസ് ലഗേജ് ഫോർ മോർ കംഫർട്ട്. ഓക്കെ, രണ്ടാമത്തെ പാടാണ് ഞങ്ങളുടെ ലെസ് ലഗേജ്. ലഗേജ് എത്ര കുറയുന്നോ അത്രയും നിങ്ങൾക്ക് കംഫർട്ടായിട്ട് മാറാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഈ കാൽപാദങ്ങളെ സന്തോഷത്തോടു കൂടി നമ്മൾ സ്വീകരിക്കുകയാണ്. എന്നിട്ട് അവരെ ഒന്ന് മെഡിറ്റേഷന് വിധേയപ്പെടുത്തും. എന്നിട്ട് ആ കാലിന്റെ അടിയിലത്തെ നാടികളിൽ പ്രത്യേകമായിട്ടുള്ള നാടികളുണ്ട്, പ്രത്യേക തരത്തിലാണ് അത് കാലിന്റെ അടിയിൽ ഉണ്ടാവുക. അത് കൃത്യമായിട്ട് നമ്മൾ ഉണർത്തി കൊണ്ടുവന്ന് അതിനുള്ള മസാജ് ചെയ്യും. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് പാർട്ട്ണർക്ക് ഇത് പഠിക്കാനുള്ള അവസരം കൂടി ഒരുക്കും. കാരണം ഒരു തവണ ഞാൻ ചെയ്തു കൊടുത്താൽ പിന്നെ ചെയ്യേണ്ടത് അയാളാണ്. വീടാണ് നിങ്ങളുടെ ആശുപത്രി, അല്ലാണ്ട് നമ്മൾ പുറത്തെ ഡോക്ടറെയും ഒന്നും അന്വേഷിക്കേണ്ട, ഭർത്താവാണ് നിങ്ങളുടെ ഡോക്ടർ. അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള ഒരു പരിചരണം ചെയ്തു കൊടുക്കും. അത് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്, ശരിക്കും അനുഭവിക്കുന്നതാണ് അതിന്റെ പ്രധാനം. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കുണ്ടാവുന്ന ശാരീരിക വേദനകളെ നിങ്ങൾക്കത് കുറയ്ക്കാനും, അല്ലെങ്കിൽ അതിന്റെ അനുഭവം, അങ്ങനെ ഞാൻ പറയുള്ളൂ, അതിന്റെ അനുഭവം നിങ്ങൾക്ക് സ്വന്താക്കാൻ വെറും 3 മിനിറ്റ് സമയം മതി. അതിന് വേറെ മരുന്നുകൾ ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. നാഡികളിലേക്ക് വരുന്ന സ്പർശനത്തെ സന്തോഷത്തോടു കൂടി ആസ്വദിക്കുക, ഒരു പാട്ട് കേൾക്കണ പോലെ ആസ്വദിക്കുക. അങ്ങനെ ആസ്വദിക്കുന്നതോടുകൂടി ക്യാൻസറാണ് രോഗം എന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ കൈകാല് കുത്തിക്കഴപ്പ്, നടുവേദന, അല്ലെങ്കിൽ മറ്റു പല ഏത് രോഗമാണെങ്കിലും, രോഗമില്ലെങ്കിൽ പോലും അത് ആസ്വദിക്കാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഡനായിട്ട് തന്നെ അതിന്റെ എഫക്റ്റ് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ഇതെനിക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാനും പറ്റും. ഞാൻ നിരവധി വേദികളിൽ, കേരളത്തിൽ മാത്രമല്ല പുറത്തും ഇത്തരത്തിലുള്ള വേദികളിൽ ഓപ്പൺ ഡെമോൺസ്ട്രേഷൻ ഞാനിത് ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ ചില ഫുഡ് ഹാബിറ്റ്സ്, അതായത് ഭക്ഷണശീലങ്ങൾ, നമുക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയാറുണ്ട്.
ഇപ്പോ ഞാൻ അടുത്ത് എവിടെയോ ഒരു വീഡിയോയിൽ കണ്ടതാണ്, ഈ നമ്മള് അൽഫാം പോലുള്ള ചിക്കൻ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ചിക്കൻ സ്ഥിരമായിട്ട് കഴിച്ചാൽ നമുക്ക് ക്യാൻസർ വരുമെന്ന് പറയും. അതുപോലെ കുറെ ഭക്ഷണ സാധനങ്ങൾ. അപ്പൊ ഇങ്ങനെ നമ്മളെ ഒരു കുറെ ആൾക്കാർ നമ്മളെ പേടിപ്പിക്കുന്നുണ്ട്, അതിൽ സത്യമുണ്ടോ? നല്ലൊരു ചോദ്യമാണ് കേട്ടോ. എന്റെ തള്ളവിരലിന്റെ അടയാളം ലോകത്ത് എത്ര പേർക്ക് ഉണ്ടാവും? അങ്ങേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? അതെ. ഞാൻ സ്വീകരിക്കേണ്ട ആഹാരം അത് എൻ്റെ ശരീരത്തിന് യുക്തമാണെന്നുള്ളത് ഞാൻ കണ്ടെത്തണം. നേരത്തെ മരുന്നുകളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. ഇതെനിക്ക് ദോഷം ചെയ്യുമോ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. എത്രമാത്രം മധുരം കഴിച്ചിട്ടും ഷുഗർ വരാത്ത ആൾക്കാർ ലോകത്തില്ലേ? പിന്നെ തീർച്ചയായിട്ടും ഇല്ലേ? മറ്റു പല രോഗങ്ങളില്ലാണ്ട് ഹോട്ടൽ ഫുഡ് മാത്രം കഴിച്ചു നടക്കുന്ന ചില ആൾക്കാരുണ്ട്. ഒരസുഖമില്ല. എന്നാ ഭയങ്കര ഹൈജീനിക് ആയിട്ട് കാലത്തഞ്ച് ഇങ്ങനെ കഴിക്കാൻ പാടുള്ളൂ, ഇങ്ങനെ കഴിക്കാൻ പാടുള്ളൂ. കുറച്ച് കാലം കഴിഞ്ഞപ്പോ നോക്കിയപ്പോ മദ്യപാനം ഒന്നുമില്ല. ഇപ്പൊ പുതിയൊരു അസുഖം ഇറങ്ങിയിട്ടുണ്ട്, കാർഡിയാക് സിറോസിസ് എന്ന് പറഞ്ഞിട്ട്. കാർഡിയാക് സ്ത്രീകൾക്ക് അടക്കണ്ട്. എന്താ കാരണം? അവര് മദ്യപിച്ചിട്ടല്ല. അതെവിടെ നിന്നാണ് വരുന്നത്? സയൻസ് കണ്ടെത്തണം. അത് ഡോക്ടർമാര് കണ്ടെത്തണം. നമ്മുടെ ശരീരത്തിൽ എടുക്കുന്ന വാക്സിൻസ് എതിർ ദിശയിലേക്ക് വരുന്നുണ്ടോ? നമ്മൾ ചെയ്യുന്ന മരുന്നുകൾ വരുന്നുണ്ടോ? എന്തിന്? അമ്മയുടെ മുലപ്പാല് കുടിക്കുന്ന കുഞ്ഞിന് പോലും അസുഖം വരുന്നില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് കണ്ടെത്തണം എന്തൊക്കെയാണ്. പിന്നെ കുറെ കാര്യങ്ങളൊക്കെ മാറ്റി തീർക്കാനായിട്ട് നമുക്ക് പറ്റും. എനിക്ക് ആവശ്യമുള്ളത് ഞാൻ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതെന്താണെന്ന് ഞാൻ കണ്ടെത്തണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ലാണ്ട് പിന്നെ സാധനം ഒഴിവാക്കിയോ എന്ന് പറഞ്ഞു, ചോറ് ഒഴിവാക്കിക്കോ എന്ന് പറഞ്ഞു. ചോറ് കഴിക്കാണ്ട് കുറച്ചാൾ കഴിഞ്ഞ് ആള് നോക്കിയപ്പോ ആകെ ക്ഷീണായി, കണ്ണിലേക്ക് പ്രശ്നങ്ങൾ വന്നു, അത് വന്നു ഇത് വന്നു. എന്താ മറുപടി കൊടുക്കുക? അപ്പൊ അതൊക്കെ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്, നമ്മളോട് പറയുന്നത്. പക്ഷെ സ്നേഹയോഗയില് സാന്ത്വന ആഹാര ക്രമീകരണം എന്ന് പറഞ്ഞ രീതിയുണ്ട്. അവിടെ നിസ്സാരമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. മല്ലിയില, പുതിനല, നെല്ലിക്ക, ഇങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുള്ള ചില സാധനങ്ങൾ നമ്മളവരോട് നിർദ്ദേശിക്കാറുണ്ട്. ഇപ്പൊ കാലത്തിൻ്റെ ഞാൻ ചിലപ്പോ ഒന്നുമില്ല കോഫി പൗഡറോ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതില് മല്ലി ഇടാറുണ്ട്, ബോള് പോലെ. എന്നിട്ട് ഞാനത് ഇങ്ങനെ കടിച്ച് കഴിക്കും. അത് വയറിന് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. അപ്പൊ അതെന്താണെന്ന് അവരവര് കണ്ടെത്തട്ടെ. അങ്ങനെ നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. പക്ഷെ അതൊന്നും മരുന്നായിട്ട് നമ്മള് പറയാറില്ല. നമ്മളോട് മെഡിസിൻ ഇല്ല, നിർബന്ധമായിട്ട് പറയാറില്ല. അത് മാത്രല്ല, ഇപ്പൊ വെളുത്തുള്ളി കഴിക്കുന്നു. എല്ലാ ദിവസവും 10 വെളുത്തുള്ളി വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ അവസ്ഥ എന്താവും? അൾസർ പോലുള്ള കാര്യങ്ങൾ. ഞാൻ പറഞ്ഞത് പ്രകൃതിയാണെങ്കിലും മറ്റെന്താണെങ്കിലും അതിൽ വികൃതി വരാതെ നോക്കാന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ വരുമ്പോഴാണ് ഇതൊക്കെ വിരുദ്ധമായിട്ട് മാറുന്നത്. സർ, ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ട് ആരുടെയെങ്കിലും അസുഖം പൂർണ്ണമായിട്ട്, അതായത് അസുഖമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടോ? അതിനെപ്പറ്റി എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടോ? അതിന്റെ ഉത്തരം പറഞ്ഞത് ഞാനല്ലല്ലോ. അതിന്റെ ഉത്തരം ആര് പറയണം? ഇംഗ്ലീഷ് ഡോക്ടർമാര് പറയണം. ഇംഗ്ലീഷ് മരുന്ന് സ്വീകരിച്ചിട്ടുള്ള ആൾക്കാർ പറയണം മാറിയിട്ടുണ്ടോ മാറിയിട്ടില്ല എന്നുള്ളത്. പക്ഷെ നമ്മുടെ നാടിന്റെ ഒരു പ്രതിസന്ധി ഞാൻ പറയാം. ഏതെങ്കിലും ഒരു ആയുർവേദ ചികിത്സയോ ഹോമിയോ ചികിത്സയോ നാട്ടുവൈദ്യോ ഇത്തരം ശാഖകളിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോഴേക്കും കാണാൻ ഇവിടെ ഭയങ്കര പുകില. മറിച്ച് മറ്റു മേഖലകളിൽ, പ്രത്യേകിച്ച് അലോപ്പതി പോലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുവരുന്ന രീതി ഇന്നും നിലനിൽക്കുന്നില്ലേ? ഇപ്പൊ തന്നെ വാർത്താ മാധ്യമങ്ങൾ തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ക്യാൻസർ ഇല്ലാത്ത ആൾക്ക് ക്യാൻസറിന്റെ മരുന്ന് കൊടുക്കണം. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞ എന്റെ കുഴപ്പമില്ല, പിന്നെ ആരുടെ കുഴപ്പ? ലാബുകാരുടെ കുഴപ്പ. ലാബുകാരെന്താ പറയണ? ഞങ്ങൾ എന്ത് ചെയ്യാനാ, ടെസ്റ്റ് ചെയ്തപ്പോ അതാണ് കിട്ടിയത്. പക്ഷെ നഷ്ടം വന്നിട്ടുള്ള ആർക്കാ? പേഷ്യന്റിനും പേഷ്യന്റിന്റെ ബന്ധുക്കൾക്കാ. ആ നഷ്ടം ആര് നികത്തും? ഞാൻ പറഞ്ഞത് ഇവിടെ ആരെങ്കിലും ഒരാൾ കുറ്റവാളി ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള എന്താ പറയാ സങ്കീർണമായിട്ടുള്ള നിലപാടുകൾ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ ചോദ്യം ചെയ്യാനോ പ്രവർത്തിക്കാനോ ആരും തയ്യാറാവില്ല. ഞാൻ പറഞ്ഞ രൂക്ഷമായിട്ടുള്ള വിമർശനമല്ല പറയണ. ഞാൻ എല്ലാ ഡോക്ടർമാരെയും ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഇപ്പൊ താങ്കൾക്ക് ഹാർട്ട് ഉണ്ട് എന്ന് ഡോക്ടർ പറയുമ്പോഴാണ് താങ്കൾക്ക് ബോധ്യപ്പെടണം. അപ്പൊ അതിനുള്ള കഴിവുള്ള ഡോക്ടർമാർ നമുക്ക് ധാരാളം ഉണ്ട്. പക്ഷെ മെഡിക്കൽ മേഖലയിലുള്ള എന്തെങ്കിലും മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ
അത് മാറ്റി തീർക്കേണ്ടതും വളരെയധികം ആവശ്യമാണ്. അവിടെ സുതാര്യമായിട്ടുള്ളൊരു പഠനക്രമം കടന്നു വരണം. ഞാൻ ഒരു ഹോമിയോ നല്ല ചികിത്സാ രീതി ഉണ്ടെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യണം. ആയുർവേദം അത് ചെയ്യണം. ഇനി കണ്ണുകളുടെ ചികിത്സ നടത്തുന്ന നാട്ടുവൈദ്യന്മാരുണ്ട്. വളരെ അത്ഭുതകരമായ തരത്തിലാണ് അവിടെ ചില ഇടപെടലുണ്ടാവണ. കണ്ണു ചികിത്സ പാരമ്പര്യ വൈദ്യത്തിന്റെ ഭാഗമായിട്ട് വരുന്ന അവരുണ്ടെങ്കിൽ അവരെ ഉണർത്തിക്കൊണ്ടിരണ്ടേ? കാരണം ലേസർ ചെയ്തു, മറ്റേ ഓപ്പറേഷൻ ചെയ്തു, ഇഞ്ചക്ഷൻ അടിച്ചു, എന്നിട്ടും കണ്ണു കാണാതെ നടക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങയുടെ അടുത്ത് വരുന്ന രോഗികളുടെ അടുത്ത് ഇംഗ്ലീഷ് മെഡിസിൻസ് കഴിക്കരുതെന്ന് ഉപദേശിക്കും. ഞാനങ്ങനെ പറയാറില്ല. എന്താ കാരണം വെച്ചാൽ, ഒന്ന്, എല്ലാ ഡോക്ടർമാരെയും ഞാൻ പറയില്ലേ, ആയുർവേദം, അലോപ്പതി, ഇതിനൊക്കെ ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഒരു ഡോക്ടറെ അടുത്തേക്ക് നിങ്ങൾ പോയി, ആ ഡോക്ടർ നിങ്ങളെ മരുന്ന് നിർദ്ദേശിച്ചു, അത് വേണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ആരാ? ആ ഡോക്ടർ തന്നെയാണ്, അല്ലേ? അത് ഫലിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം അത് മാറ്റി തരാനായിട്ട് തയ്യാറാവണം. അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് പറയാം, ഈ മരുന്ന് ഇത്ര വർഷമായി ഞാൻ കഴിക്കുന്നു സാറേ, യാതൊരു മാറ്റമില്ല എന്ന് വേണമെങ്കിൽ ആളോട് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ഞാനിത് ഒരാളോട് പറഞ്ഞു മനസ്സിലാക്കും. ഐ മീൻ, നിങ്ങൾക്കിത് ആവശ്യമുണ്ടോ എന്നുള്ളത്. കുറച്ച് ദിവസം മുമ്പ് ഒരു പേഷ്യൻ്റ് ഇവിടെ വന്നു, തിരൂരിന്ന് വന്നിട്ടുണ്ടായിരുന്നു. വലിയൊരു ആശുപത്രിയിൽ പോയതാ, കുഞ്ഞുങ്ങളില്ലാത്തതിന് ചികിത്സിക്കാനാണ് പോയത്. അവിടെ നിന്ന് മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. മരുന്ന് കൊടുക്കുമ്പോൾ മെഡിക്കൽ ഷോപ്പ് വരെ ചോദിച്ചു, ഇതാർക്കാ? ഇതെനിക്ക്. അപ്പൊ ഈ മരുന്ന് നീ കഴിക്കണേ? കൂട്ടുകാരന്. അല്ല, ഇത് അവിടുന്ന് കുഞ്ഞുങ്ങളില്ലാത്തതിന് തന്നാണ്. ഇത് ബ്രസ്റ്റ് ക്യാൻസറിനുള്ള മരുന്നാടാ. അതായത് സ്ത്രീകളുടെ ബ്രസ്റ്റ് ക്യാൻസറിനുള്ള മരുന്ന് ഇയാൾക്ക് എഴുതി കൊടുത്തിരിക്കണേ. ഞാൻ അവളോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ഡോക്ടറോട് സംസാരിക്കും. അത് കഴിഞ്ഞിട്ടും അതിനെക്കുറിച്ചുള്ള ഏതെങ്കിലും ന്യായീകരണം ഉണ്ടെങ്കിൽ മരുന്നിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരണങ്ങൾ എടുത്തതിന് ശേഷം നിങ്ങൾ അവിടുത്തെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെയോ നിങ്ങളുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകളെ കണ്ട് സംസാരിക്കും. ഞാൻ അദ്ദേഹത്തിന് ബോധവൽക്കരിക്കും. പക്ഷെ തീരുമാനം എടുക്കേണ്ടത് ആരാ? അയാളാണ്. ഞാനല്ല തീരുമാനം എടുക്കേണ്ടത്. അതുകൊണ്ട് ഞാനൊന്നിനും നോ പറയാറില്ല. നിങ്ങളത് നോക്കൂ, ശ്രദ്ധിക്കൂ എന്നുള്ളത് ഞാൻ പറയാറുള്ളൂ. ഇംഗ്ലീഷ് മരുന്ന് മുഴുവൻ തെറ്റാണെന്നും പറയാൻ ഞാനാളല്ല. ഇംഗ്ലീഷ് മരുന്ന് തെറ്റാണെന്ന് ഇംഗ്ലീഷുകാരനെ പറയാറുണ്ട്, ഇല്ലേ? ഇപ്പൊ പല മരുന്നുകളും, നൈസ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ്, അതുപോലെ മറ്റു പല മരുന്നുകളും നിരോധിക്കപ്പെട്ടിരുന്ന മരുന്നുകളാണ്. അതാരാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ നാട്ടിലെ ഡ്രഗ് കൺട്രോളർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ജനകീയ ഔഷധം എന്നുള്ള നിലയ്ക്കുള്ള കാര്യങ്ങള്, അത്തരം ശാസ്ത്രശാഖകള് സമൂഹത്തിൽ വളരണം. ആദിവാസികളായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളടക്കം കണ്ടെത്തുന്ന മരുന്നുകള് ജനകീയമാക്കി കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റണം. അവിടെ ഒരു അതിജീവനത്തിന്റെ കരുത്ത് വരും. ഇപ്പൊ ഞാൻ സ്നേഹയോഗ ചെയ്യുന്നുണ്ട്. എന്നെ ഏതെങ്കിലും തരത്തിൽ ആളുകളുണ്ടെങ്കിൽ വിളിച്ച് ഇതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഭാഗമായിട്ട് എന്നോട് ചോദിക്കണം, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, ഡോക്ടർ CJ മാത്യൂസ് എന്ന് പറഞ്ഞൊരു വലിയ ഡോക്ടർ ഉണ്ട്. 36 വർഷമായിട്ട് ലണ്ടനിലെ ഓങ്കോളജി സർജനാണ്. അദ്ദേഹം എറണാകുളത്ത് വന്നിട്ട് അവിടെ വലിയൊരു ഹാള് വാടകയ്ക്ക് എടുത്തു, ഡോൾഫിൻ ക്ലബ്ബ് വാടകയ്ക്ക് എടുത്തിട്ട് എന്നെ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ കൊളീഗ്സും സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അവിടെ വെച്ച് സ്നേഹയോഗയുടെ പരിശീലനം അയാൾ ചോദിച്ചറിയാൻ എന്നോട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ക്യാമറ നിലത്ത് വെച്ചിട്ട് അദ്ദേഹം ഷൂട്ട് ചെയ്യണേ. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടി നിലത്തിരുന്നിട്ട് താങ്കൾ ചെയ്യുന്നത്? ആള് പറഞ്ഞ, ഞാനൊരു ഓങ്കോളജി സർജനാണ്, ചില കാര്യങ്ങൾ മുറിച്ചു മാറ്റണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ നാടികളിൽ വരുന്ന ചില ഗ്ലാൻഡുകള് നിങ്ങൾ തൊടുമ്പോ സ്വാഭാവികമായിട്ട് അത് അലിഞ്ഞു പോകുന്നു. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കാനാണ് ഞാനിത് ചെയ്യുന്നത്. ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ തൊഴുതു. എന്താ കാരണം? ഇത്രയും വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ ഇതുപോലെ നിരീക്ഷണത്തെ പാഠവത്തോടു കൂടി എളിയവനായ എൻ്റെ അരികിൽ വന്നത് ചോദിക്കണമെങ്കിൽ അയാൾ എത്രയോ മഹാനുഭാവനായിരിക്കണം, അല്ലെ? ഇത്തരം ഒരു മനോഭാവം നമുക്ക് ആവശ്യമാണ്. അല്ലാണ്ട് ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്. എൻ്റെ അടുത്ത് വന്ന പേഷ്യന്റ് എൻ്റെ കൈ കൊണ്ട് ഒന്നുമില്ല രോഗത്ത് മാറണം, അല്ലെങ്കിൽ എൻ്റെ കൈ കൊണ്ട് മരിക്കണം എന്ന് വിചാരിക്കുന്ന നിലപാടാണ് ഇതിൽ പ്രശ്നം. അതെല്ലാ മേഖലയിലും, കുടുംബങ്ങളിലാണെങ്കിലും വിദ്യാഭ്യാസത്തിലാണെങ്കിലും ഒക്കെ അത് പ്രശ്നമാണ്. ട്രാൻസ്പാരന്റ് ആയിട്ട് ചിന്തിക്കാൻ നമ്മുടെ ആധുനിക മെഡിക്കൽ മേഖല തയ്യാറാവണം. അവിടെയാണ് ജനകീയമായ കരുത്ത് ആളുകൾക്ക് പങ്കുവെച്ചു കൊടുക്കാൻ ആരോഗ്യ മേഖലയ്ക്ക് സാധിക്കുള്ളൂ. അങ്ങ് എഴുതിയ ഒരു ബുക്ക്, അതിന്റെ പേര് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി, ക്യാൻസറും പ്രണയവും ചൂടുള്ള പൊറോട്ട. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര്? അതെ,
സത്യത്തിൽ ഇപ്പൊ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്, കാരണം ഇപ്പോഴാണ് അതിന്റെ റിലീസായത്. ക്യാൻസറും പ്രണയവും ചൂടുള്ള പൊറോട്ടയും. ക്യാൻസറും പ്രണയവും എന്താണെന്ന് ഞാൻ തമ്മിലുള്ള സംസാരത്തിൽ മനസ്സിലാക്കി കാണും. പിന്നെ ചൂടുള്ള പൊറോട്ട. ചൂടുള്ള പൊറോട്ട സത്യത്തില് ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന ഒരു കഥാപാത്രമാണ് ചൂടുള്ള പൊറോട്ട. അല്ലാതെ അതിൽ വേറെ സയന്റിഫിക് ആയിട്ടോ അല്ലെങ്കിൽ ഭക്ഷണ രീതിയെ കുറിച്ചോ ഒന്നുമില്ല അതില്. അത് ഞങ്ങളുടെ രണ്ടുപേരും ഞങ്ങൾ ജീവിക്കുന്ന സമയത്തുണ്ടായ ജീവിതത്തിന്റെ തകർച്ചകൾ ഉണ്ടായിരുന്നു. ഒരു മനുഷ്യൻ ജനിക്കുമ്പോ ആദ്യം ഉണ്ടാകുന്ന വികാരം അതാണെന്നറിയോ? ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിക്കുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന വികാരം വിശപ്പാണ്. അമ്മിഞ്ഞ ലഭിക്കുമ്പോൾ അവന് ആശ്വാസം ലഭിക്കുന്നു. ആഹാരം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ജീവിതത്തിന്റെ ആഹാരം നഷ്ടപ്പെടുന്ന ചില മേഖലകൾ കടന്നു വരുമ്പോൾ അവിടെ പ്രണയം കൊണ്ട് അതിനെ അതിജീവിക്കാവുന്ന ചില കാര്യങ്ങൾ പുസ്തകത്തിലുണ്ട്. അത് കുറച്ച് സസ്പെൻസ് തന്നെയാ. അത് വായിച്ച് കഴിഞ്ഞാൽ കിട്ടും. ആദ്യത്തെ കഥയുടെ പേര് തന്നെ ഇതാണ്, ക്യാൻസറും പ്രണയവും ചൂടുള്ള പൊറോട്ടയും എന്നുള്ളതാണ് ആദ്യത്തെ തന്നെ പേര്. അങ്ങനെയാണ് അതിന്റെ രീതി. അല്ലാതെ പൊറോട്ട കഴിച്ചാൽ രോഗം ഉണ്ടാവും ഇതൊന്നുമല്ല. അങ്ങനത്തെ കാര്യം ഞാൻ സ്പർശിച്ചിട്ടില്ല. ഒരു ചെറിയ വ്യക്തിപരമായ ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തലക്കെട്ട് വളരെ വ്യത്യസ്തമായിട്ട് തോന്നിയത്? എനിക്ക് പറഞ്ഞ വ്യക്തിപരമായ ചോദ്യമല്ല, അതൊരു മരുന്നാണ്. ഈ തലക്കെട്ടൊരു മരുന്ന്. എന്താ കാരണം അറിയൂ? ഞാൻ റേഡിയേഷനും കീമോതെറാപ്പിയും സ്വീകരിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ലിംഫ് ഗ്രന്ഥികളുണ്ട് നമ്മുടെ ശരീരത്തില്. അതിൽ നീർക്കെട്ട് വരും. ആ നീർക്കെട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ നീർക്കെട്ടിനെ ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ തലക്കെട്ട്. ഹെൽമെറ്റ് ഉപയോഗിക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, തല വേർക്കുമ്പോൾ, അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ തലയിലൊന്ന് കെട്ടി നോക്കി, എന്നിട്ട് അതൊന്ന് ഇങ്ങനെ അഴിച്ചിട്ട് മുട്ടത്തലയിലും നമ്മൾ ഈ ചെന്നിയിലൊക്കെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു നോക്കി, പെട്ടെന്ന് നമ്മൾ ഫ്രഷ് ആവും. താങ്കളൊന്ന് ആലോചിച്ച് നോക്കും. പണ്ട് കൃഷിക്കാർ ധാരാളം ഉണ്ടായിരുന്നു. അവര് കർഷകര് കൃഷി ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് അവര് തോർത്ത് എന്ന് പറഞ്ഞ സാധനം തോളിലിടും ഇല്ലേ? അരയിലൊരു ഒരു കെട്ടുണ്ടാവും. എന്നിട്ട് ഈ കൈക്കോട്ടൊക്കെ എടുത്ത് കളക്ട് ചെയ്യേണ്ടവർ എന്ത് ചെയ്യും? ആ തോർത്ത് തലങ്ങനെ തുടയ്ക്കും. കാരണം ഈ നീർക്കെട്ട് ഷോൾഡറിലേക്ക് ഇറങ്ങാതിരിക്കാനാ. ക്യാൻസർ രോഗികളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഇറങ്ങണോടുകൂടി ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അപ്പം ആന്റിബയോട്ടിക് എഴുതും. സ്വാഭാവികമായിട്ട് വേറെ മരുന്നുകൾ ചെയ്യേണ്ടി വരും. എന്നും നീർക്കെട്ടും ശരീരത്തിൽ പ്രശ്നങ്ങളാവും. മറിച്ച് ഇങ്ങനെ ഇത് സിമീര ചുരിദാറിന്റെ പഴയതാ, എന്റെ ഭാര്യയുടെ പഴയ ചുരിദാറിന്റെ. അതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർപ്പെട്ട് പെട്ടെന്ന് അവൻ ഒപ്പിയെടുക്കും. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോളറ്റം വരെ മുടിയുണ്ടായിരുന്നു. എന്റെ പഴയ ഫോട്ടോ കണ്ടാൽ നിങ്ങൾ വിശ്വസിക്കില്ല. തോളറ്റം വരെ മുടിയുണ്ടായിരുന്നു. 3/4 മണിക്കൂർ കൊണ്ടാണ് അത് കൊഴിഞ്ഞത്. 3/4 മണിക്കൂർ. അത്രയും നിസ്സാരമാണ് മനുഷ്യന്റെ ജീവിതം. അപ്പൊ അതിനുശേഷം ഈ വയർപ്പ് ഇങ്ങനെ വല്ലാതെ കൂടി വന്നപ്പോ ആ സമയത്ത് ഞാൻ ഉപയോഗിച്ചു തുടങ്ങിയതാണ്. ഇപ്പൊ ഈ കെട്ടില്ലാണ്ട് ആൾക്കാർ എന്നെ തിരിച്ചറിയില്ല എന്ന് പറഞ്ഞ പോലെ ചില സമയത്ത് പുസ്തകത്തിന്റെ കവറിലൊക്കെ കെട്ടുണ്ട്. അതാണ് ഈ കെട്ടിന്റെ പിന്നിലെ രഹസ്യം. ഓക്കെ. ഈ തെറാപ്പി അത് സാർ ഒറ്റയ്ക്കാണോ ചെയ്യുന്നത്? അതൊരു സഹായി അങ്ങനെ ആരെങ്കിലും? ഞാനും എന്റെ ജീവിത പങ്കാളിയും കൂടിയാണ് അതിന്റെ പരിശീലനം കൊടുക്കുന്നത്. ഒന്നാമത്തെ കാര്യം. അപ്പോൾ 2 പേര് കൂടിയിട്ടുള്ള പരിശീലനമാണ് യഥാർത്ഥത്തില് സ്നേഹയോഗ. പിന്നെ നമ്മളത് അവരെ പഠിപ്പിച്ചു കൊടുക്കുക ചെയ്യണം. അവർക്ക് വീട്ടിൽ പോയിട്ട് ഈസി ആയിട്ട് ചെയ്യാം. കാരണം ഇവിടേക്ക് വരുന്നത് പലരും ദൂരെ നിന്നൊക്കെ വരുന്നുണ്ട്. പല വിധത്തിലുള്ള ജില്ലകളിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്ന്, ബാംഗ്ലൂരിൽ നിന്ന്, അതുപോലെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ കൂടെ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്ക് രണ്ടാമത് വരാൻ ബുദ്ധിമുട്ടല്ലേ? മാത്രമല്ല ക്യാൻസർ പോലുള്ള രോഗത്തിന് ചികിത്സിക്കുമ്പോൾ എത്രമാത്രം പൈസ ചെലവാകും. യാത്രക്ക് തന്നെ ഒരുപാട് പൈസ വരും. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവർക്ക് 2 പേർക്കും കുറച്ച് സമയം എടുത്താൽ ഇത് പഠിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് 1.5 ആഴ്ച കഴിയുമ്പോൾ അതിന്റെ റിസൾട്ട് പറയാൻ പറയും. അപ്പൊ ഞങ്ങൾ 2 പേരാണത് ചെയ്യുന്നത്. വൈഫ് കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു തെറാപ്പി ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ പൊതുവെ കാണുന്ന ഒരു പ്രവണതയാണ് എന്തിനേയും തർക്കിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിന്റെ നെഗറ്റീവ് സൈഡ് തിരയുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ആരെങ്കിലും അങ്ങയുടെ അടുത്ത് വന്നാൽ, ഈ ഒരു തർക്കശാസ്ത്രവുമായിട്ട് വന്നാൽ എന്തായിരിക്കും അങ്ങയുടെ മറുപടി? എനിക്കതില് തർക്കശാസ്ത്രം എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചത് ഇഷ്ടമായി. എന്ന കാര്യം ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പഠിച്ച വിഷയമാണ് തർക്കശാസ്ത്രം, അതായത് ലോജിക്ക്. ഈ ലോജിക്ക് നമ്മൾ പലപ്പോഴും നമ്മുടെ ചെറുപ്പകാലത്ത് കൊണ്ടു നടന്നിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഞാൻ ദൈവവിശ്വാസിയായിരുന്നില്ല. അപ്പൊ കാണുന്ന ആളുകളോടൊക്കെ തർക്കിച്ചിരുന്ന ആളായിരുന്നു ഞാൻ.
അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവർ എന്നോട് തർക്കിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ആളാണ് ഞാൻ. ഇപ്പൊ ദൈവവിശ്വാസിയാണോ? അല്ല, ഇപ്പൊ ദൈവവിശ്വാസിയാണ്. ഇപ്പോഴാണ് ദൈവവിശ്വാസി ആയത്. അതായത് എന്റെ രോഗമാണ് എന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത് ആക്ച്വലി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തർക്കിക്കുന്നവരോട് ഇതുവരെ ഈ നിമിഷം വരെ വളരെ ആത്മസംയമനത്തോടു കൂടി പറയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് പറയാ, നിങ്ങൾ വന്നത് കാണും, ഞാൻ ഇതിനു വേണ്ടി ഒരു രൂപ പോലും വാങ്ങുന്നില്ല. ഇനി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ സൗഖ്യമായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിക്കും, അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ ഇതിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് വെക്കുകയാണെങ്കിൽ ഞാൻ വന്നവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരാം. ഉദാഹരണത്തിന് നല്ലൊരു ഹോട്ടലിൽ നടക്കുക, വളരെ ഹൈജീനിക് ആയിട്ടുള്ള ഹോട്ടൽ, ആർക്ക് വേണേലും വന്ന് ഭക്ഷണം കഴിക്കാം. എല്ലാവരും നല്ല ഭക്ഷണം കഴിച്ചു പോണു, നന്നായി കേട്ടോ നാരായണട്ടാ ഫുഡ് എന്ന് പറഞ്ഞിട്ട് അവർ പോണേ. അതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് പറയണ, ഈ നാരായണേട്ടൻ കിഡ്നി മറിച്ചു വെക്കുന്നതിന്റെ ബ്രോക്കറാണ്. കാരണം ഇയാൾ ഇവിടെ കൊടുക്കുന്ന വെള്ളത്തില് എന്തൊരു സാധനം കലർത്തുന്നുണ്ട്, ഇഡ്ഡലിയിൽ എന്തോ സാധനം ഇയാൾ കലർത്തുന്നുണ്ട്, അതുകൊണ്ട് കിഡ്നി അടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇയാൾ ഇതിന്റെ ഏജന്റ് ആയതുകൊണ്ട് ഇയാൾ വലിയൊരു കാശ് അതിന്റെ മേലെ ഉണ്ടാക്കണു എന്ന് പറയാണ്. ഒറ്റ കാര്യമുള്ളൂ, ചേട്ടന് ഇഷ്ടമാണെങ്കിൽ അവിടെ നിന്ന് കഴിച്ചാൽ മതി, അല്ലേ? ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ക്യാൻസർ വന്നു അല്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നിന്നാണ് ഞാനിത് കണ്ടെത്താനിട വന്നിട്ടുള്ളത്. അതിൽ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഇറ്റ്സ് നോട്ട് മൈ ബിസിനസ്. ഇതെന്റെ ബിസിനസ്സേ അല്ല. ഞാൻ എൻ്റെ കുടുംബം അതിനുവേണ്ടി സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ നമ്മൾ ചെയ്യാം. അതിനുവേണ്ടി സബ്മിറ്റ് ചെയ്ത ഫാമിലിയാണ് എൻ്റെ. അപ്പൊ അതുകൊണ്ട് എൻ്റെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ വരെ ഈ സ്നേഹയോഗം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കും. പിന്നെ തർക്കിക്കാനുള്ള സമയം നമുക്കില്ല, എങ്കിലും ഉത്തരങ്ങൾ അർഹമായിട്ടുള്ള ചോദ്യമാണെങ്കിൽ നമ്മളത് ഏത് മീഡിയയിൽ വന്നാലും നമ്മളതിന് മറുപടി കൊടുക്കാറുണ്ട്. അത് തർക്കിച്ചിട്ടല്ല, അത് സഹോദര തുല്യമായിട്ടുള്ള ഒരു മനോഭാവം കൊണ്ട് അന്വേഷിക്കാനുള്ള മനോഭാവം ഉണ്ടെങ്കിൽ അതിന് ഉത്തരം കൊടുക്കാന്നുള്ളത് എന്റെ കടമയാണ്. അത് ഞാൻ ചെയ്യാറുണ്ട്. കുറെ നേരം നമ്മൾ സ്നേഹയോഗയെ പറ്റി വിശദമായി സംസാരിച്ചു. ഇനി നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അതൊന്ന് കാണിച്ചു തന്നാൽ കൂടെ നല്ലതായിരുന്നു. നേരത്തെ ചോദിച്ച പോലെ സ്നേഹയോഗ ഒരു തെറാപ്പിയാണ്. അതിന് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല. ഇപ്പൊ നീന്തല് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, പക്ഷെ നീന്തൽ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വെള്ളത്തിലിറങ്ങി നീന്തണം, കൈ കാലോട്ട് അടിച്ച് നീന്തണല്ലോ. അല്ലാണ്ട് വലത് കൈ ഇങ്ങോട്ട് ഇടത്ത് കൈ ഇങ്ങോട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. സ്നേഹയോഗം അതുപോലെ തന്നെയാണ്. അത് അനുഭവിക്കണം, ഒരു അനുഭവമാണ്. ഇപ്പൊ നമ്മള് ഡ്രൈവിങ്ങിന് പറഞ്ഞത് ലേണിംഗ് എന്നാണ്, സ്കൂളിൽ പറഞ്ഞത് സ്റ്റഡിയിങ് എന്നാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ പ്രായോഗികമായിട്ടുള്ള പരിശീലനമാണ് യഥാർത്ഥത്തില് സ്നേഹയോഗയിലെ ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം. അതിൽ ആദ്യത്തെ ഘട്ടമാണ് മൈൻഡ് ഈസ് ദ ഫസ്റ്റ് മെഡിസിൻ എന്ന് നമ്മൾ പറയാനിടയായിട്ടുള്ള കാര്യം. രണ്ടാമത്തെ കാര്യമാണ് ഇതിന്റെ പ്രായോഗികമായിട്ടുള്ള വശങ്ങൾ. അത് നമുക്ക് ചെയ്യാം. ആ രീതിയിൽ താങ്കൾ തയ്യാറാണെങ്കിൽ താങ്കളുടെ ശരീരത്തിൽ തന്നെ അത് നമുക്ക് അനുഭവമാക്കാനുള്ള രീതി കാണിച്ചു തരാം. തയ്യാറാണോ? ആണ്. സ്നേഹയോഗ ഞാൻ പറഞ്ഞല്ലോ 3 മേഖലയിലാണ് പ്രവർത്തിക്കുക. സ്നേഹയോഗയില് സോൾഡ് ആത്മാവ്, മൈൻഡ് ആൻഡ് ബോഡി ശരീരം. അപ്പം മനസ്സ്, ശരീരം, ആത്മാവ് ഇതിനെ നേർരേഖയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മളുടെ സഹകരണത്തോടുകൂടിയേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ നിങ്ങൾക്കൊരു ഷേക്കിൻ്റെ തരുന്നു. ആ ഷേക്കിൻ്റെ നിങ്ങൾ സ്വീകരിച്ചാലാണ് അത് പൂർണ്ണമാവുള്ളൂ. ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ വേദനകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് അതിന് നമുക്കൊരു 3 മിനിറ്റ് കൊണ്ട് ഇല്ലാതാക്കാനുള്ള ഒരു കാര്യമാണ് നമ്മൾ നോക്കണത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ ആദ്യം എനിക്ക് കൈയും തരൂ, സിമ്മിയുടെ കൈ കൊണ്ട് തരൂ. അല്ല, വെറുതെ എൻ്റെ കയ്യിൽ പിടിച്ചോളൂ, സിമ്മിയും പിടിച്ചോളൂ, കൈ വെച്ചോളൂ. ഒന്ന് ശാന്തമായിട്ടൊന്ന് കണ്ണടച്ചേ, വളരെ ശാന്തമായിട്ട്. ശിരസ് മുതൽ പെരുവിരൽ വരെയുള്ള ശരീരഭാഗങ്ങൾ ഒന്ന് മനസ്സിൽ കാണാം. ശരീരത്തിൽ ഓടുന്ന ബ്ലഡ് സർക്കുലേഷനെ കുറിച്ച് ചിന്തിക്കുക. ഏതെങ്കിലും തരത്തിൽ ചെറുപ്പത്തിൽ വല്ല വീഴ്ചകളോ വേദനകളോ അസുഖങ്ങളോ അതൊക്കെ വന്നിട്ടുണ്ടോ നോക്കാം. ഈ സമയത്ത് അസുഖത്തിലേക്കല്ല ചിന്തിക്കേണ്ടത്, തീർച്ചയായിട്ടും ഞാൻ പരിപൂർണമായിട്ട് സൗഖ്യമാകും എന്ന് ചിന്തിക്കാം. അതുപോലെ ഏതെങ്കിലും തരത്തിൽ ജീവിതത്തിൽ ഏതെങ്കിലും ഒറ്റപ്പെടുത്തലോ അവഗണനയോ കുത്തുവാക്കുകളോ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മനസ്സിൽ നിന്ന് ഈ സമയത്ത് മാറ്റിക്കളയാം. വളരെ ശാന്തമായിട്ടൊന്ന് ശ്വാസോച്ഛ്വാസം ചെയ്ത് ശാന്തമായിട്ട് ബ്രീത്ത് ഇൻ ഔട്ട്.
ഇൻ ഔട്ട്, ഇൻ ഔട്ട്. ഇനി പതിയെ കണ്ണ് തുറക്കാം, പതിയെ, സ്ലോ ആയിട്ട്, വളരെ സ്ലോ ആയിട്ട്. ഓക്കെ. ഏതെങ്കിലും കാലുകളുടെ മുട്ടിന്റെ ഭാഗത്ത് ഏതെങ്കിലും കാലിന് വേദനയുണ്ടോ? അതെനിക്ക് ഏത് കാലിനത്? ഇതിനാണ് കൂടുതൽ. ഓക്കെ. അപ്പൊ ആ വേദനയുള്ള കാല് എന്റെ മടിയിൽ വെച്ചോളൂ, മടിയിലേക്ക് വെച്ചോളൂ, വെച്ചോ, ഒരു കുഴപ്പമില്ല, ഫ്രീ ആയിട്ട് വെച്ചോ. ഓക്കെ, ഗുഡ്. ഇരിപ്പൊക്കെ കംഫർട്ട് അല്ലേ? കുഴപ്പമില്ലല്ലോ. അപ്പൊ ഞാൻ കാലിന്റെ ഇവിടെ തൊട്ട് ഈ ഭാഗം വരെ ഒന്ന് തൊടും കേട്ടോ, അതിന് തന്നെ അനുവദിക്കണം. ഓക്കെ. മനസ്സ് ശാന്തമാവട്ടെ, കണ്ണടച്ചിരുന്നോളൂ. എന്നിട്ട് ഈ എക്സ്പീരിയൻസ് എനിക്ക് പറഞ്ഞു തരുവാനോ കേട്ടോ. ഓക്കെ, കണ്ണടച്ചോളൂ. ആദ്യ കാലത്ത് ഞാനിങ്ങനെ തലയോടാണ് പതുക്കെ. ഈ സമയത്ത് കുഞ്ഞുനാളിൽ അമ്മ നമ്മളെ തലോടി ഇതൊന്ന് മനസ്സിൽ മെഡിറ്റേറ്റ് ചെയ്യാം. എത്ര വാത്സല്യത്തോടെയാണ് നമ്മളെ വളർത്തി വലുതാക്കിയത്. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ വളർച്ചയിലും മനസ്സിൻ്റെ വളർച്ചയിലും അമ്മ ഉണ്ടായിരുന്ന പങ്ക്, അപ്പച്ചൻ തന്നിരുന്ന സ്നേഹം, അതെല്ലാം ഓർക്കാം നമുക്ക്. അവരുടെ ലാളന നമ്മളെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇനി ഞാൻ കാല് ഒന്ന് ബാക്കിലേക്ക് ഒന്ന് പുഷ് ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെ പുഷ് ചെയ്യുമ്പോൾ കാല് കുറച്ച് പിന്നിലേക്ക് അയച്ചുവിട്ട് ഫ്രീ ആയിട്ടിരിക്കട്ടെ. മനസ്സ് ലൂസായാൽ മസില് ലൂസാവും. ഓക്കെ. മനസ്സ് ലൂസാവട്ടെ. ബാക്കിലേക്ക് പുഷ് ചെയ്യാണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം, കാലിന്റെ ഈ ഭാഗവും ഈ ഭാഗമാണ് നിലത്ത് ചവിട്ടുള്ളൂ. ഇതിന്റെ ഇടയിൽ വരുന്ന വെയിനുകൾ ഉണ്ടല്ലോ, ഇവിടെയാണ് യഥാർത്ഥത്തില് വേദന മാറ്റാനുള്ള വെയിനുകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഞാൻ അത് പുഷ് ചെയ്യാണ് വെറുതെ. അപ്പൊ കളർ മാറുന്ന കാണാം, ഒരു ചുവന്ന കളർ വന്നു. ബാക്കിലേക്ക് ആക്കുമ്പോൾ ഒരു വെയിൻ പൊന്തി വരും. ആ വെയിൻമയാണ് ഇപ്പൊ ഞാൻ തലോടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. കാര്യം ഫ്രീ ആക്കിട്ട് ഇനി കാലൊന്നും മടക്കി മോള് ഉടുപ്പ് ശരിക്കും വെച്ചോ. ഇതിന്റെ ഉള്ളിലാണ് ഞാനിപ്പോ തൊടുന്നത്, ഈ ഭാഗത്ത് വരുന്ന വെയിനില്. മനസ്സിലായല്ലോ? ഞാൻ ടൈറ്റ് ചെയ്ത് പിടിക്കുകയാണത്. അവിടുന്ന് താഴേക്ക് നോക്കൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഈ വിരലോട് അമർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ചും ഈ വിരലോട് അമർത്തണോ, ഈ ഭാഗത്ത് ഇവിടുന്ന് ഇങ്ങോട്ട്. ഒന്ന് കണ്ണടച്ച് ബ്രീത്ത് ചെയ്തേ. മുകളിലേക്ക് കയറ്റി പിടിച്ച് ഓക്കെ. കാലർക്ക് വെറുതെ അവിടെ വരെ നടന്നിട്ട് ഇങ്ങോട്ട് വന്ന് ആ കാറ് കിടക്കണ വരെ നടന്നിട്ട് ഇങ്ങോട്ട് വരും. തിരിച്ചാണെന്നോ? ഇരിക്കും. ഞാൻ 3 മിനിറ്റ് ഈ കാല് തൊട്ടു, ഈ കാല് ഞാൻ തൊട്ടിട്ടില്ല. ഈ തൊട്ട കാലും തൊടാത്ത കാലും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതിട്ടാ. ഇതിലൊരു ബ്ലഡ് സർക്കുലേഷൻ ഫ്ലോ ഉള്ള പോലെ. അല്ല, അതിന്റെ സയന്റിഫിക് കാര്യങ്ങൾ വിടും. അല്ലാണ്ട് എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? ലൈറ്റ് ആയ പോലെ ഫീൽ. കാല് ലൈറ്റ് ആയ പോലെ തോന്നി. ഓക്കെ. കാല് കുറച്ചുകൂടി കംഫർട്ടാണ്, ശരിയാണോ? അല്ലെ? നേരത്തെ വേദന ഉണ്ടെന്ന് പറഞ്ഞു. ആ വേദനയ്ക്ക് എന്തെങ്കിലും ആയാസം തോന്നുന്നുണ്ടോ? കുറച്ച് ഇല്ലേ? ഓക്കെ. ഇത് റെഗുലർ ആയിട്ട് കുറച്ച് ദിവസം ചെയ്താൽ താങ്കൾക്ക് ഈസിയായിട്ട് വേദന തന്നെ മാറ്റാൻ പറ്റും. അങ്ങനെ വരുമ്പോഴത്തേക്ക് എല്ലാ അസുഖങ്ങൾക്കും, അതായത് ശരീരത്തിൽ ഉള്ള എല്ലാ അസുഖങ്ങൾക്കും ഒരു ആശ്വാസം കിട്ടുന്നതാണ് പറയുന്നത് സ്നേഹയോഗയിലൂടെ, അല്ലേ? താങ്കൾ പറഞ്ഞ വാക്ക് കറക്റ്റ് ആണ്. അതിനൊരു സമാശ്വാസം കിട്ടുക എന്നുള്ളതാണ്. നമ്മുടെ ചികിത്സാ രീതിയല്ല, ഒരു പരിചരണ രീതിയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞപ്പോൾ താങ്കളുടെ കാലിന് ഞാൻ ഇവിടെ ചെയ്തു, ഇവിടുത്തെ വെയിനിൽ നീർക്കെട്ടുണ്ട്. ആക്ച്വലി അതാണ് അതിന്റെ ഒരു പ്രശ്നം. ആ നീർക്കെട്ട് മാറി കഴിഞ്ഞാൽ വേദന മാറിപ്പോകും.
അപ്പൊ ഈസി ആയിട്ട് അത് ഓവർകം ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി വേറെ മരുന്നൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ രീതി ക്യാൻസറോ അല്ലെങ്കിൽ അതുപോലുള്ള അസുഖങ്ങളോ ഒരാൾക്കും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അഥവാ അങ്ങനെയുള്ള രോഗങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഫ്രാൻസിസ് സാറും സിമി മാഡവും അവർക്ക് സഹായവുമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ വീഡിയോയുടെ അടിയിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നന്ദി സാർ.